നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്ക് നമുക്ക് മുട്ടായിക്ക് പകരമൊക്കെ കൊടുക്കാൻ നല്ലതാണിത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമ്മൾ പപ്പായ കൊണ്ടൊരു ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാം. ഇതൊരു പ്രത്യേകതരം പപ്പായാണ്. വിളഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുവന്ന കളറായിരിക്കും. ഇത് കുട്ടികൾക്ക് മിഠായിക്ക് പകരവും നമ്മൾ കൊടുക്കാറുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് സിമ്പിളാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഐസ്ക്രീമിനും കേക്കിനും പുഡിങ്ങിനും ഒക്കെ ചേർക്കാം. ജെല്ലി മിഠായി കഴിക്കുന്ന പോലെ തന്നെ അവർക്ക് ഈ മിഠായിയുടെ രൂപത്തിലും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ചേർത്തിരിക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഏറെ കൊടുത്താലും പ്രശ്നമില്ല. നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പപ്പായ, നല്ല പച്ച പപ്പായാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ചെത്തി തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പായ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പപ്പായക്ക് ഈ കളറാണ്. നല്ല വിളഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുവന്ന കളറാണ്. ഒരു പ്രത്യേകതരം പപ്പായാണിത്. പപ്പായ കുറച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളത്തിട്ട് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. ഒരു 250 ഗ്രാമിൻ്റെ 3 കപ്പ് പപ്പായയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് ഉരുക്കാൻ വയ്ക്കാം. ഇതിൽ തന്നെ നമുക്ക് പപ്പായയും ചേർക്കാം. ഉടനെ തന്നെ തിളച്ച് വരുമ്പം തന്നെ നമുക്ക് പപ്പായയും ചേർക്കാം. ഇത് കളർ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പഴുത്ത പപ്പായ അല്ല, നല്ല വിളഞ്ഞ പപ്പായയാണ്. നമ്മൾ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ പഞ്ചസാര ലൈനിൽ കിടന്ന് നല്ലപോലെ തിളച്ച് വറ്റി വരണം. ഒരു നൂൽ പാകുന്നവരെ നമുക്ക് ഇളക്കിയിരിക്കണം. നമുക്കിത് ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് തിളപ്പിച്ച് ഊറ്റി നമുക്ക് അരിച്ചെടുക്കാം. അതിൻ്റെ ജ്യൂസാണ് നമ്മളെടുത്തിരിക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വാനില എസൻസും എടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ തിളച്ച് വറ്റിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പഞ്ചസാര ലൈനിൽ കിടന്ന് നല്ലപോലെ ടൈറ്റായിട്ട് വരുന്നുണ്ട് നമ്മുടെ പപ്പായ. തീരെ ചെറുതായാലും വീണ്ടും ചുരുങ്ങി അത് തീരെ ചെറുതായിപ്പോൾ. ഇത് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കിത് തനിയെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. മുട്ടായിയുടെ കൂട്ട് അവർ കഴിക്കും. ഇത് ജെല്ലിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇതും അവർ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും. നല്ലപോലെ ടൈറ്റായി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ടൈറ്റായിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. കുറച്ചും കൂടെ പഞ്ചസാര ലൈനൊക്കെ നല്ലപോലെ വറ്റി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമുക്കൊന്ന് ഒരു നൂൽ പരുവം ആയി വരുന്നുണ്ട്. നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായി എല്ലാം നല്ലപോലെ ഒന്ന് വറ്റി വരണം. കുറച്ചും കൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം നല്ലപോലെ ടൈറ്റായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ചൂടായിട്ട് തന്നെ ഗ്യാസ് ഓണായിരുന്നാൽ ഇങ്ങനെ തന്നെ അത് വീണ്ടും ഉരുകി ഇരിക്കും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ആറിയതിന് ശേഷം വീണ്ടും ഗ്യാസ് കത്തിച്ചതിന് ശേഷം കളറിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസും കൂടെ ചേർക്കാം. കുറച്ചുകൂടെ നല്ല ടൈറ്റായിട്ട് കുറച്ച് ജ്യൂസ് ഒഴിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും ഒഴിക്കാം. നമ്മൾ കുറച്ച് ഏറെ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി കുറച്ച് വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒറ്റ കളർ മാത്രമേ ചെയ്യുന്നുള്ളൂ. കുറച്ച് നേരം നല്ലപോലെ കിടന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ നല്ലപോലെ പിടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് നമുക്കൊന്നും കൂടെ നല്ലപോലെ ഇളക്കി ഇട്ടുകൊണ്ടിരിക്കാം. കുറച്ച് ടൈറ്റ് ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ജ്യൂസും പഞ്ചസാര പാനിയൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ കോരിയാൽ ചിലപ്പോൾ അത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിങ്ങനെ കിഴുത്തുള്ള ഏതെങ്കിലും സ്റ്റീൽ പാത്രമോ ഏതെങ്കിലും ഒന്ന് നമുക്കത് ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ കോരിയെടുക്കണം. അപ്പോൾ നല്ലപോലെ എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കാതെ വെച്ച് ഒന്ന് നല്ല ചൂടായിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. വീണ്ടും നമ്മളിത് തണുക്കാൻ വയ്ക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഒട്ടിലൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കാൻ പാടുള്ളൂ. ഫാൻ്റെ അടിയിലാണ് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി നമുക്കത് നല്ലപോലെ കഴിക്കാൻ വേണ്ടി പാകമായിട്ടുണ്ട്.
ഇപ്പോഴും നമുക്കൊന്ന് കഴിച്ച് നോക്കണം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുമായിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഐസ്ക്രീമിലും പുഡിങ്ങിലും കേക്കിലും ഒക്കെ ചേർക്കാം. കുട്ടികൾക്കിത് മുട്ടായിയായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് മറ്റുള്ള കളർ കഴിക്കുന്നതിനെക്കാട്ടിൽ ജെല്ലി അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇത് കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.